ഹായ് ഫ്രണ്ട്സ്, കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ലാഭകരമായ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജിയോ ഫൈബർ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഇനിഷ്യൽ കോസ്റ്റ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്ലാനുകളാണേലും അതിന്റെ സ്പീഡൊക്കെ ആണെങ്കിലും വളരെ ഇംപ്രസീവ് ആണ്. അപ്പൊ ഞാൻ ജിയോ ഫൈബറിന്റെ കുറെ വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം വിശദമായിട്ട് പറയുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ജിയോ ഫൈബറിന്റെ റീചാർജ് പ്ലാനുകളായ 399, 699, 999, 1499 മുതലുള്ള ഓരോ പ്ലാനുകളിലും റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ചാനലുകൾ, പ്രത്യേകിച്ച് മലയാള ചാനലുകൾ ഏതാണ്, OTT പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് പ്രൊവൈഡർ ആണ് ജിയോ ഫൈബർ. ജിയോ ഫൈബറിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എല്ലാം വിശദമായിട്ട് പറയുന്ന വീഡിയോസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതിനകത്ത് കയറി കാണാം. അപ്പൊ ജിയോ ഫൈബറിന്റെ പ്ലാനുകൾ എന്തൊക്കെയാണ്, അത് എന്റെ കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് ചുരുക്കി പറയാം. നമുക്ക് പോസ്റ്റ്പെയ്ഡ് ആയിട്ടും പ്രീപെയ്ഡ് ആയിട്ടും ഈ കണക്ഷനുകൾ എടുക്കാം. അപ്പൊ പ്രീപെയ്ഡിന്റെ കാര്യം ആദ്യം പറയാം. അപ്പൊ രണ്ട് റേറ്റിലാണ് നമുക്ക് പ്രീപെയ്ഡിൽ കണക്ഷൻ ഉള്ളത്, 1500 അല്ലെങ്കിൽ 2500. ഈ 1500ന്റെ കണക്ഷനിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് മാത്രമാണ് ലഭിക്കുന്നത്. 2500ന്റെ കണക്ഷനിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് അതിന്റെ കൂടെ സെറ്റ് ടോപ്പ് ബോക്സ് ലഭിക്കും. ഈ സെറ്റ് ടോപ്പ് ബോക്സിൽ നമുക്ക് ചാനലുകൾ, TV ചാനലുകൾ കാണാം. അതിന്റെ കൂടെ OTT പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ്. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് കണക്ഷൻ. അപ്പൊ ഏത് കണക്ഷൻ എടുത്താലും മോഡം, അതിന്റെ കേബിളുകൾ, അതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജ്, ഇതൊക്കെ ഈ റേറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് 150 MBPS സ്പീഡിൽ അൺലിമിറ്റഡ് ഇന്റർനെറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് കണക്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫുള്ള് എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിവിധ പ്ലാനുകൾ റീചാർജ് ചെയ്യുവാണ്. ആ റീചാർജ് പ്ലാനുകൾ തുടങ്ങണം 399 സ്റ്റാർട്ട് ചെയ്യണം. 399 മുതൽ 8000 രൂപ വരെ ഒരു മാസത്തേക്ക് തന്നെ പല പ്ലാനുകളുണ്ട്. ഈ 399 ഏറ്റവും കുറഞ്ഞ പ്ലാൻ. അത് 30 MBPS സ്പീഡിലാണ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ലഭിക്കുന്നത്. പിന്നെ ഇതിൽ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, നമ്മൾ 399 പ്ലാൻ റീചാർജ് ചെയ്താൽ പിന്നെ അടുത്ത മാസം നമുക്ക് 999 പ്ലാൻ റീചാർജ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 699 പ്ലാൻ റീചാർജ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തിരിച്ച് 999 ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 399 പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് റീചാർജ് ചെയ്യാം. നമുക്കൊരു മൊബൈൽ സിം റീചാർജ് ചെയ്യണ പോലെ തന്നെ ഒരു മാസം നമ്മൾ 399 ചെയ്തെങ്കിൽ അടുത്ത മാസം 699 ചെയ്യാം. അത് തീർന്നു കഴിയുമ്പോൾ 999, 1500 ഏത് വേണമെങ്കിലും റീചാർജ് ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ചും ഇപ്പൊ 999 റീചാർജ് ചെയ്യുമെങ്കിൽ അടുത്ത മാസം അത് കുറച്ച് 399 ആണ് റീചാർജ് ചെയ്യണമെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും റീചാർജ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് പ്രീപെയ്ഡിന്റെ കണക്ഷൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് പോസ്റ്റ്പെയ്ഡിന്റെ കാര്യം പറയാം. പോസ്റ്റ്പെയ്ഡും പ്രീപെയ്ഡുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, പോസ്റ്റ്പെയ്ഡ് കണക്ഷൻ എടുക്കുന്നതിന് നമ്മൾ ആദ്യം കൊടുക്കേണ്ട ആ ഇൻസ്റ്റലേഷൻ ചാർജോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ടുള്ള 1500 അല്ലെങ്കിൽ 2500 അത് കൊടുക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ഒഴിവായി കിട്ടും. ഒരു 6 മാസത്തേക്ക് ഒന്നിച്ചിട്ട് പോസ്റ്റ്പെയ്ഡിന്റെ ഒരു കണക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനിഷ്യലായിട്ട് കൊടുക്കേണ്ട 1500 അല്ലെങ്കിൽ 2500 കൊടുക്കണ്ട. പക്ഷെ നമുക്ക് പ്രീപെയ്ഡ് കിട്ടുന്ന ആ ഒരു മാസത്തെ ഫ്രീ ഇന്റർനെറ്റ് പോസ്റ്റ്പെയ്ഡിൽ ലഭ്യമായിരിക്കില്ല. അപ്പൊ ഇതാണ് പോസ്റ്റ്പെയ്ഡും പ്രീപെയ്ഡുമായിട്ടുള്ള വ്യത്യാസം. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോ റീചാർജുകളിലും ഏതൊക്കെ മലയാളം ചാനലുകൾ കിട്ടും, ഏതൊക്കെ OTT പ്ലാറ്റ്ഫോമുകൾ കിട്ടും എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ 399 റീചാർജ് തന്നെ ആദ്യം തുടങ്ങാം. അതിന്റെ വിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ വിശദമായിട്ട് ഏതൊക്കെ മലയാളം ചാനലുകൾ കിട്ടും, ഏതൊക്കെ OTT പ്ലാറ്റ്ഫോമുകൾ കിട്ടും എന്നുള്ള വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ഇട്ടേക്കാം. അപ്പൊ അത് വിശദമായിട്ട് കാണേണ്ടവർക്ക് അത് കയറി നോക്കിയാൽ മതി, കാണാം. എന്താണെങ്കിലും അതിന്റെ കണ്ടന്റ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 399 റീചാർജ് ചെയ്താൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള എല്ലാ മലയാളം ചാനലുകളും ലഭിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ഫ്ലവേഴ്സ്, മഴവിൽ മനോരമ, പിന്നെ എല്ലാ ന്യൂസ് ചാനലുകളും ലഭിക്കുന്നതാണ്. ഏഷ്യാനെറ്റ്, സൂര്യ പോലെയുള്ള പേ ചാനലുകൾ ലഭിക്കുന്നതല്ല. ഒരു പേ ചാനലുകളും 399 റീചാർജിൽ നമുക്ക് ലഭിക്കുന്നതല്ല. പിന്നെ 399 റീചാർജിൽ പ്രീമിയം OTT പ്ലാറ്റ്ഫോമുകൾ ഒന്നും ലഭിക്കുന്നതല്ല. 399 രൂപയ്ക്ക് നമുക്ക് റീചാർജ് ചെയ്താൽ കിട്ടുന്ന ഇന്റർനെറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 MBPS ആണ്. ഇനി നമുക്ക് 699 റീചാർജിലേക്ക് പോവാം. 699 റീചാർജ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇന്റർനെറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 100 MBPS ആണ്. ഈ 699 റീചാർജും 399 റീചാർജും തമ്മിലുള്ള ഏക വ്യത്യാസവും അത് തന്നെയാണ്. ഈ സ്പീഡിന്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ചാനലിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. 399 റീചാർജ് ചെയ്താൽ കിട്ടുന്ന അതേ ചാനലുകളും അതേ OTT പ്ലാറ്റ്ഫോമുകളും മാത്രമാണ്
699 ലഭിക്കണം. ഇനി നമുക്ക് 999 റീചാർജിലേക്ക് പോവാം. നിങ്ങൾ പ്രധാനമായിട്ടും ഈ ജിയോ ഫൈബർ എടുക്കുന്നത് TV കാണാൻ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടത് ഈ 999 അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ള റീചാർജുകളാണ് ചെയ്യേണ്ടത്. 999 റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ മലയാളം ചാനലുകളും ലഭ്യമാണ്. പേ ചാനലുകളും ഫ്രീ ചാനലുകളും എല്ലാം ലഭ്യമാണ്. സൂര്യ, ഏഷ്യാനെറ്റ്, ഫ്ലവേഴ്സ്, മഴവിൽ മനോരമ, ന്യൂസ് ചാനലുകൾ തുടങ്ങിയ എല്ലാ ചാനലുകളും ലഭ്യമാണ്. പ്രത്യേകിച്ച് ഒരു ചാനലിന്റെ കാര്യം പറയണ്ട. അതുകൂടാതെ നമുക്ക് സ്പോർട്സ് ചാനലുകൾ, ഇംഗ്ലീഷ് സിനിമകൾ, അതേപോലെയുള്ള ചാനലുകൾസ് എല്ലാം ലഭ്യമാണ്. അതിനു പുറമെ പ്രീമിയം OTT പ്ലാറ്റ്ഫോംസ് ആയ ആമസോൺ പ്രൈം വീഡിയോ, ഡിസ്നി ഹോട്ട്സ്റ്റാർ പ്ലസ്, വൂട്ട് സെലക്ട്, സോണി ലൈവ്, C5, വൂട്ട്സ് കിഡ്സ്, സൺ നെക്സ്റ്റ്, യൂണിവേഴ്സൽ പ്ലസ്, ഡിസ്കവറി പ്ലസ്, ജിയോ സിനിമ, എറോസ് നൗ ഇങ്ങനെയുള്ള പ്രീമിയം OTT പ്ലാറ്റ്ഫോംസ് 14 എണ്ണം ലഭ്യമാണ്. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ 999 റീചാർജിന്റെ കൂടെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ലഭ്യമല്ല എന്നുള്ളതാണ്. നെറ്റ്ഫ്ലിക്സ് നമുക്ക് കിട്ടണമെങ്കിൽ 1499 രൂപ മുതൽ മുകളിലേക്കുള്ള ഏതെങ്കിലും റീചാർജിന്റെ കൂടെയാണ് നെറ്റ്ഫ്ലിക്സ് സൗജന്യമായിട്ട് ലഭിക്കുക. പിന്നെ ഈ 999 റീചാർജിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 150 MBPS സ്പീഡിലാണ് നമുക്ക് ഇന്റർനെറ്റ് ലഭിക്കുക. ഇനി നമുക്ക് 1499 റീചാർജിന്റെ ചാനലുകളെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1499 രൂപ മുതലുള്ള റീചാർജിലാണ് നെറ്റ്ഫ്ലിക്സ് സൗജന്യമായിട്ട് ലഭിക്കുക. ബാക്കി ചാനലുകളുടെ OTT പ്ലാറ്റ്ഫോമുകളുടെ കാര്യം എല്ലാം മുൻപ് പറഞ്ഞ പോലെ തന്നെ 999 ഇതുമായിട്ട് സെയിം ആണ്. എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് മാത്രമാണ്. ഇനി ഇതിന് മുകളിലേക്കുള്ള റീചാർജ് പ്ലാനുകളിലെല്ലാം ചാനലുകളുടെയും OTT പ്ലാറ്റ്ഫോമുകളുടെയും എണ്ണം എല്ലാം സെയിം ആണ്. 1499 രൂപയ്ക്ക് ലഭിക്കുന്ന സെയിം ചാനലുകളും OTT പ്ലാറ്റ്ഫോമുകളുമാണ് മുകളിലേക്കുള്ള എല്ലാ റീചാർജുകളും ലഭിക്കുക. മുകളിലേക്കുള്ള റീചാർജ് പോകും തോറും സ്പീഡ് വ്യത്യാസപ്പെടും എന്നുള്ളതാണ്. ഈ 1499 രൂപയുടെ റീചാർജിൽ നമുക്ക് 300 MBPS ആണ് സ്പീഡ് ലഭിക്കുക. അതിന്റെ മുകളിലേക്ക് ഓരോ റീചാർജ് പോകും തോറും സ്പീഡ് കൂടി വരും. അങ്ങനെ 8000 രൂപയുടെയൊക്കെ വരെയുള്ള റീചാർജ് ഉണ്ട്. 1 GBPS വരെ അതിന് സ്പീഡ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഓരോ പ്ലാനുകളുടെ സ്പീഡിനെ കുറിച്ചൊക്കെ ഞാൻ മുൻ വീഡിയോകളിൽ വിശദമായിട്ട് പറയാനുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ അത് ആവർത്തിക്കുന്നില്ല. അപ്പൊ ജിയോ ഫൈബറിന്റെ ഓരോ റീചാർജിലും കിട്ടുന്ന OTT പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ചാനലുകളാണ് കിട്ടണേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 399, 699, 999 എന്നൊക്കെ പറഞ്ഞ ആ റേറ്റിന്റെ കൂടെ GST കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. 18% GST കൂടെ വരും. അപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 399 റീചാർജ് ആണെങ്കിൽ നമുക്ക് 399 പ്ലസ് 18% GST കൂടെ കൂടി 470 രൂപ വരും ഒരു മാസത്തെ റീചാർജിന്. പിന്നെ ജിയോ ഫൈബറിന്റെ ഏറ്റവും പ്രധാന ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ജിയോ ഫൈബറിന്റെ കേരളത്തിൽ പലയിടത്തും സർവീസ് ലഭ്യമല്ല എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ടൗണുകളിൽ മാത്രമാണ് ഇപ്പം അവരുടെ സർവീസ് ലഭ്യമായിട്ടുള്ളത്. 2 വർഷം മുമ്പ് ജിയോ ഫൈബർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ കണക്ഷൻ കൊടുക്കാൻ പറ്റിയോ അതുമായിട്ട് ഒത്തിരി മുമ്പോട്ട് പോകാൻ ഇതുവരെ 2 വർഷമായിട്ടും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.